RLV രാമകൃഷ്ണനെ ജാതിയുമായി അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി. യൂട്യൂബ് ചാനലിലെ വിവാദമായ അഭിമുഖത്തിൽ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോപോളോയും ഈ കേസിൽ പ്രതിയാണ്. കലാമണ്ഡലം സത്യഭാമ RLV രാമകൃഷ്ണനെതിരെ നടത്തിയ പരാമർശങ്ങൾ വൻ വിവാദമായിരുന്നു. വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നിട്ടും മാപ്പ് പറയാനോ തിരുത്താനോ സത്യഭാമ തയ്യാറായിരുന്നില്ല. ഇതോടെയാണ് രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുന്നത്. താൻ ഉദ്ദേശിച്ചത് രാമകൃഷ്ണനെ അല്ലെന്ന സത്യഭാമയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുകയായിരുന്നു പോലീസിന്റെ മുന്നിലെ ആദ്യ വെല്ലുവിളി. അഭിമുഖത്തിൽ സത്യഭാമ നൽകുന്ന സൂചനകൾ വിശദമായി അന്വേഷിച്ച് ബന്ധപ്പെട്ട സാക്ഷികളുടെ മൊഴി കൂടി ശേഖരിച്ചാണ് അത് രാമകൃഷ്ണനെതിരെ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇതോടെ കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി. രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. വ്യക്തിവിരോധത്തെക്കുറിച്ച് സത്യഭാമയുടെ ശിഷ്യ നൽകിയ മൊഴികളും നിർണായകമായി. രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന സത്യഭാമയുടെ വാദവും കള്ളമെന്ന് തെളിഞ്ഞു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലിന്റെ ഹാർഡ് ഡിസ്കും പെൻഡ്രൈവും കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി രാമകൃഷ്ണൻ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് കുറ്റപത്രം കോടതിയിലെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കുറ്റം തെളിഞ്ഞാൽ സത്യഭാമയ്ക്ക് പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ജനം, തിരുവനന്തപുരം.